Hello friends, once again welcome back to my channel. 1000 സബ്സ്ക്രൈബർ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് യൂട്യൂബിൽ ഉണ്ടാക്കണോ? എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു 1000 സബ്സ്ക്രൈബർ 1000ത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം സബ്സ്ക്രൈബ് നിങ്ങൾക്ക് വേണം ആ ഒരു ലെവൽ സബ്സ്ക്രൈബർ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിച്ചിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയ ഒരു ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കാണുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ഏതെങ്കിലും ഒരു ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ടാഗിൽ പോയിട്ട് നിങ്ങൾ CS സ്റ്റോർ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു പേജ് വരുന്നതിനും കൂടെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുക. വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടില്ല പ്രശ്നമില്ല. നിങ്ങൾ യൂസർ നെയിം കൊടുക്കുക, ഇമെയിൽ ID കൊടുത്തിട്ട് സ്റ്റേറ്റ് കൊടുത്തിട്ട് പാസ്വേഡ് കൊടുത്ത് കൺഫേം പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് എവിടെയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ആം നോട്ട് എ റോബോട്ട് എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് സൈൻ അപ്പ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഇതിൽ ഒരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ സബ്സ്ക്രൈബർ ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. അപ്പോ ഇതില് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. 3-4 കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കണ്ട് മാത്രം ഇതിൽ ചെയ്യണം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കാണുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ കൊടുക്കുക. സൈനപ്പ് കഴിഞ്ഞ ശേഷം ലോഗിൻ കൊടുത്തിട്ട് ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇവിടെ മുകളിലായിട്ട് കാണാൻ പറ്റും മണി ബാക്ക് ഗ്യാരണ്ടി, മണി ബാക്ക് എന്ന് കാണാൻ പറ്റും. അപ്പോൾ എന്റെ ബാലൻസും കാര്യങ്ങളും നിങ്ങൾ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും. ബാലൻസും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് താഴോട്ട് ജസ്റ്റ് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാറ്റഗറി, സർവീസ് എന്ന 2 ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇത് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും ലിങ്ക്, ക്വാണ്ടിറ്റി, ചാർജ് എന്നൊക്കെ കാണാൻ പറ്റും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ റൈറ്റ് സൈഡ് കോർണറിലായിട്ട് 3 ലൈന് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇങ്ങനൊരു പേജ് വരുന്നു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ നിങ്ങൾ പോയിട്ട് ഈ INR എന്ന് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇത് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ ഇവിടെ USD ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് USD മാറ്റിയിട്ട് ഈ ഇതിൽ പോയിട്ട് USD മാറ്റി INR എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്ത്യൻ കറൻസിയിലായിരിക്കും ഇതിൽ കാണുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ബാലൻസ് ഇവിടെ കാണാൻ പറ്റും, 70 രൂപ ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് സെറ്റ് ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് ജസ്റ്റ് വീണ്ടും അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് ഫണ്ട് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ ഫണ്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു QR കോഡ് നമുക്കിവിടെ കാണുന്നതായിരിക്കും. ഈ ഒരു QR കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഫോണിൽ സൂക്ഷിച്ചിട്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ചെയ്യണം. കാരണം നമുക്ക് ഒരു തവണ തെറ്റിയാൽ നമുക്ക് ചിലപ്പോ പൈസ നമ്മുടെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നത്. എന്നിട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറച്ച് ഇതൊക്കെ ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് ഏത് മീഡിയം വഴിയും ഇതിലോട്ട് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ എനി ആപ്പ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ UTR നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. അപ്പോൾ നമ്മൾ പേയ്മെന്റ് സക്സസ് ആകുമ്പോൾ നമുക്ക് ഏതൊരു മീഡിയം വെച്ച് നമ്മൾ ചെയ്താലും പേയ്മെന്റ് സക്സസ് ആകുമ്പോൾ നമുക്ക് 12 അക്ക ഉള്ള ഒരു UTR നമ്പർ കിട്ടും നമുക്ക്. അപ്പോൾ ആ ഒരു UTR നമ്പർ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എത്ര രൂപ ആണോ നമ്മൾ ഇതിലോട്ട് റീചാർജ് ചെയ്തത്, 50 ആണോ 100 ആണോ, നമ്മൾ ആ ഒരു എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളത്തിൽ ഇങ്ങനെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് പേ എന്ന് കൊടുക്കുക. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മൾ റീചാർജ് ആഡ് ഫണ്ട് കയറുന്നതായി. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇതിൽ റീചാർജ് ചെയ്യുക. അപ്പോൾ മിനിമം നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് മിനിമം ഒരു 90 രൂപ നമ്മൾ ഇതിൽ റീചാർജ് ചെയ്യണം. എന്തിനാണ് ഞാൻ കാണിച്ചു തരാം. 90 രൂപയെങ്കിൽ നമ്മൾ മിനിമം ഇതിൽ റീചാർജ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബർ ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. എന്താണ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ വീണ്ടും ആ ഒരു 3 ലൈനിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ ഓർഡർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും.
അപ്പോൾ ന്യൂ ഓർഡറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇവിടെ ഇപ്പൊ എനിക്ക് ബാലൻസ് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 70 രൂപയെ ബാലൻസ് ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനി കാറ്റഗറിയിലോട്ട് വരിക. കാറ്റഗറിയിലോട്ട് ഒന്ന് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും യൂട്യൂബ് സബ്സ്ക്രൈബർ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ഫോളോവേഴ്സ് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വേണ്ടത് യൂട്യൂബ് സബ്സ്ക്രൈബർ ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് സബ്സ്ക്രൈബറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സർവീസ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. സബ്സ്ക്രൈബർ റിയൽ ക്വാളിറ്റി 200 to 500 പെർ ഡേ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ലിങ്ക് യൂട്യൂബിന്റെ പേജിൽ പോയിട്ട് നിങ്ങളുടെ ചാനലിന്റെ ലിങ്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി എത്ര സബ്സ്ക്രൈബർ ആണ് വേണ്ടത്, മിനിമം 50 ആണ്. അപ്പൊ മിനിമം ഞാൻ 50 ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ INR വെച്ചത് കൊണ്ട് തന്നെ ഇവിടെ ചാർജ് എത്ര എന്ന് കാണാൻ പറ്റും. 87 രൂപയാണ് 50 സബ്സ്ക്രൈബറിനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനിമം ഒരു 90 രൂപ നമ്മൾ ഇതിൽ റീചാർജ് ചെയ്തെങ്കിൽ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബർ ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. വിത്തിൻ പെട്ടെന്ന് തന്നെ 1 അവറിൽ തന്നെ നമുക്ക് സബ്സ്ക്രൈബർ ഇൻക്രീസ് ആവുന്ന നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ പോയിട്ട് റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബർ ഇൻക്രീസ് ആവുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് 50 സബ്സ്ക്രൈബർ ആണെങ്കിൽ 87 രൂപ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് 87 രൂപ കൊടുക്കുക. യൂട്യൂബിന്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബർ കൂടുന്നതായിരിക്കും. ഇനി നമ്മൾ 1000 സബ്സ്ക്രൈബർക്കാണ് നമ്മൾ മിനിമം ഇവിടെ 50 മാക്സിമം 1000 ആണ് ഈ ഒരു ഓപ്ഷനിൽ വരുന്നത്. അപ്പൊ നമുക്ക് 1000 സബ്സ്ക്രൈബർ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 1000 സബ്സ്ക്രൈബർ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എമൗണ്ട് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 1753 രൂപ കൊടുക്കുമ്പോൾ 1753 രൂപ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ 1000 സബ്സ്ക്രൈബർ നമുക്ക് പെട്ടെന്ന് തന്നെ 1000 സബ്സ്ക്രൈബറിനൊക്കെ നമുക്ക് യൂട്യൂബിൽ ഉണ്ടാക്കാൻ പറ്റും. അതുവഴി നമുക്ക് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഒരുപാട് പേര് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള സബ്സ്ക്രൈബർ ആണ്, ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഇനിയൊരു ഓപ്ഷൻ സർവീസിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് മുകളിലത്തെ ഒരു ഓപ്ഷൻ കൂടി കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇവിടെ വരുന്നത് സ്പീഡ് വരുന്നത് 500 to 2000 പെർ ഡേ ആണ് സബ്സ്ക്രൈബർ വരുന്നത്. ഗുഡ് ക്വാളിറ്റി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മിനിമം വെക്കേണ്ടത് 200 സബ്സ്ക്രൈബർ ആണ്. അപ്പൊ 200 to 5000 സബ്സ്ക്രൈബർ വരെ നമുക്ക് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 2300 സബ്സ്ക്രൈബർ ആണ് നിങ്ങൾക്ക് വേണ്ടുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് 2300 ടൈപ്പ് ചെയ്ത് ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ എമൗണ്ട് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 3809 രൂപയാണ്. ഇവിടെ 1000 ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് 1000 ഞാൻ കാണിച്ചു തരാം. അപ്പോ ഈ ഫസ്റ്റ് ഓപ്ഷനിൽ 1000 ക്വാണ്ടിറ്റി വെക്കുമ്പോൾ കാണാൻ പറ്റും 1656 രൂപയാണ് വരുന്നത്. അപ്പോൾ 1656 രൂപ കൊടുത്തിട്ട് നമുക്ക് റിയൽ സബ്സ്ക്രൈബറിനെ 1000 സബ്സ്ക്രൈബർ നമുക്ക് കിട്ടിക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് യൂട്യൂബ് സബ്സ്ക്രൈബർ നമുക്ക് ഇൻക്രീസ് ചെയ്തിട്ട് 1000 സബ്സ്ക്രൈബർ ഒക്കെ കിട്ടാത്തവർക്ക് പെട്ടെന്ന് തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ 1000 സബ്സ്ക്രൈബർ ആക്കിയിട്ട് മോണിറ്റൈസേഷൻ ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചും കണ്ട് മാത്രം ആ ഒരു INR ഒക്കെ മാറ്റി ശ്രദ്ധിച്ചും കണ്ട് മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കൂടിയിട്ട് നിങ്ങൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ഒക്കെ ആക്കുമ്പോൾ നമ്മുടെ ആ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അത് പലർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.